കോൺഗ്രസ് സ്ഥാനാർത്ഥി ചർച്ച ഇനി ഡൽഹിയിൽ. മുതിർന്ന നേതാക്കൾ ആരൊക്കെ മത്സരിക്കണം എന്നതിൽ സംസ്ഥാന നേതൃത്വത്തിന് തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല. തിങ്കളാഴ്ച രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമേ അന്തിമ പട്ടിക തയ്യാറാക്കൂ. CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസിന്റെ സീറ്റ് ചർച്ചകൾക്ക് വേഗം വെച്ചെങ്കിലും തീരുമാനം നീളുകയാണ്. മുതിർന്ന നേതാക്കളെ തന്നെ രംഗത്തിറക്കണമെന്ന ആവശ്യമുയർന്നിട്ടുണ്ടെങ്കിലും മത്സരിക്കാനില്ല നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും VM സുധീരനും. ഇക്കാര്യത്തിൽ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കട്ടെ എന്നാണ് സംസ്ഥാന നേതാക്കളുടെ തീരുമാനം. തിരക്കിട്ട ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം സിറ്റിംഗ് MLA-മാരെ കൂടി ഉൾപ്പെടുത്തി പ്രാഥമിക പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. എന്നാൽ സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിക്കുന്നതിന് ഹൈക്കമാൻഡിന്റെ അനുമതി വേണം. തിരുവനന്തപുരം സിറ്റിംഗ് MP ശശി തരൂർ തന്നെയാണ് സ്ഥാനാർത്ഥി. ആറ്റിങ്ങലിൽ മണ്ഡലം പിടിക്കാൻ അടൂർ പ്രകാശ് MLA-ക്കാണ് ഒന്നാം പരിഗണന. പത്തനംതിട്ടയിൽ DCC എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും സിറ്റിംഗ് MP ആന്റോ ആന്റണിയും മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷും മത്സരിക്കും. വയനാട് മണ്ഡലം A ഗ്രൂപ്പിന് വിട്ടു നൽകിയാൽ പകരം ഇടുക്കി വേണമെന്നാണ് I ഗ്രൂപ്പിന്റെ ആവശ്യം. അങ്ങനെയെങ്കിൽ ജോസഫ് വാഴക്കനെ മത്സരിപ്പിക്കാനാണ് ആലോചന. എറണാകുളത്ത് സിറ്റിംഗ് MP KV തോമസ് ചെറുപ്പക്കാർക്ക് വഴിമാറണമെന്നാണ് ആവശ്യം. ഹൈബിയുടെ MLA-യുടെ പേരാണ് പകരം നിർദ്ദേശിച്ചിരിക്കുന്നത്. സിറ്റിംഗ് MPയെ മാറ്റാനും ഹൈക്കമാൻഡിന്റെ അനുമതി വേണം. ചാലക്കുടിയിൽ UDF കൺവീനർ ബെന്നി ബെഹനാൻ, തൃശൂരിൽ TN പ്രതാപൻ, പാലക്കാട് VK ശ്രീകണ്ഠൻ എന്നിവരെയാണ് പരിഗണിക്കുന്നത്. ഷാനിമോൾ ഉസ്മാന് പുറമെ സ്ത്രീ പ്രാതിനിധ്യത്തിൽ ആലത്തൂരിൽ രമ്യ ഹരിദാസിന്റെ പേരും പരിഗണനയിലുണ്ട്. കോഴിക്കോട് MK രാഘവൻ തന്നെ വീണ്ടും മത്സരിക്കും. വയനാട്ടിൽ T സിദ്ദിഖ് അല്ലെങ്കിൽ ഷാനിമോൾ ഉസ്മാൻ. വടകരയിൽ RMPയുമായി കൂടിയാലോചിച്ചായിരിക്കും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക. കണ്ണൂരിൽ K സുധാകരൻ തന്നെ വീണ്ടും ഇറങ്ങും. കാസർഗോഡ് സുബ്ബയ്യ റായിക്കാണ് പ്രഥമ പരിഗണന. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയതിനാൽ ആലപ്പുഴയിൽ വീണ്ടും മത്സരിക്കാൻ KC വേണുഗോപാലിനും രാഹുൽ ഗാന്ധിയുടെ അനുമതി വേണം. മുതിർന്ന നേതാക്കൾ തന്നെ കളത്തിലിറങ്ങണമെന്ന ആവശ്യം ശക്തമാണ്. പക്ഷേ രാഹുൽ ഗാന്ധി പറഞ്ഞാലേ അവർ ഇറങ്ങൂ. അങ്ങനെയെങ്കിൽ മറ്റു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പേരുകളിലും മാറ്റം വന്നേക്കാം. കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. 16 സീറ്റുകളിലേക്കുള്ള CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 14 സീറ്റുകളിൽ പാർട്ടി ചിഹ്നത്തിൽ CPM മത്സരിക്കും. പൊന്നാനിയിലും ഇടുക്കിയിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. വിജയസാധ്യത മാത്രമാണ് സ്ഥാനാർത്ഥി നിർണയത്തിന് അടിസ്ഥാനമാക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാസർഗോഡ് KP സതീഷ് ചന്ദ്രൻ, കണ്ണൂർ PK ശ്രീമതി ടീച്ചർ, വടകര P ജയരാജൻ, കോഴിക്കോട് A പ്രദീപ് കുമാർ, മലപ്പുറം PP സാനു SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്. ആലത്തൂരിൽ PK ബിജുവും പാലക്കാട് MB രാജേഷും ചാലക്കുടിയിൽ ഇന്നസെന്റും വീണ്ടും മത്സരിക്കും. എറണാകുളത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P രാജീവാണ് സ്ഥാനാർത്ഥി. കോട്ടയത്ത് ജില്ലാ സെക്രട്ടറി VN വാസവൻ മത്സരിക്കും. MLA-മാരായ AM ആരിഫ് ആലപ്പുഴയിലും വീണ ജോർജ് പത്തനംതിട്ടയിലും സ്ഥാനാർത്ഥികളാകും. കൊല്ലത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KN ബാലഗോപാലാണ് സ്ഥാനാർത്ഥി. ആറ്റിങ്ങലിൽ A സമ്പത്തിന് ഇത് തുടർച്ചയായ 3-ാം ഊഴം. പൊന്നാനിയിൽ ഏറെ അനിശ്ചിതത്വങ്ങൾക്ക് ശേഷമാണ് നിലമ്പൂർ MLA PV അൻവറിനെ സ്ഥാനാർത്ഥിയാക്കിയത്. ഇടുക്കിയിൽ സിറ്റിംഗ് MP ജോയ്സ് ജോർജിൽ ഒരിക്കൽ കൂടി വിശ്വാസമർപ്പിക്കുകയാണ് CPM. വനിതാ പ്രാതിനിധ്യം കുറഞ്ഞെന്ന വിമർശനത്തിന് രണ്ടുപേരും ജയിക്കുന്ന സ്ഥാനാർത്ഥികളാണ് എന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. MLA-മാരുടെ സ്ഥാനാർത്ഥിത്വത്തെയും കോടിയേരി ന്യായീകരിച്ചു. MLA-മാർ മത്സരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യത്തെ ഒരു കാര്യമല്ല, പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ തവണയും MLA-മാർ മത്സരിച്ചിട്ടുണ്ടല്ലോ. MA ബേബി കഴിഞ്ഞ തവണ MLA ആയപ്പോഴല്ലേ മത്സരിച്ചത്. മുന്നണിയുടെ മണ്ഡലം കൺവെൻഷനുകൾ നാളെ തുടങ്ങി 20-നുള്ളിൽ പൂർത്തിയാക്കും. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുമ്പേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഇടതുമുന്നണി പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഇത് പ്രചരണ രംഗത്ത് മേൽക്കൈ നൽകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി നേതൃത്വം. 6 സിറ്റിംഗ് MPമാരും 6 MLA-മാരും അടങ്ങുന്നതാണ് ഇടതുമുന്നണിയുടെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടിക. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. കണ്ണൂർ CPM-ന്റെ നായകസ്ഥാനത്ത് നിന്നുള്ള P ജയരാജന്റെ പടിയിറക്കമാണോ ഈ തെരഞ്ഞെടുപ്പ്? CPM താക്കീതിന് പിന്നാലെയുള്ള ഈ സ്ഥാനാർത്ഥിത്വത്തിന് ജയരാജന്റെ അപ്രമാദിത്വം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ടോ? ജയരാജനെതിരെയുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ ശീതയുദ്ധത്തിന്റെ ബാക്കിയാണ് വടകരയിലെ സ്ഥാനാർത്ഥിത്വം എന്ന വിലയിരുത്തൽ ശക്തമാണ്. P ജയരാജൻ കണ്ണൂരിലെ CPM-ൽ മറ്റാരെക്കാളും ശക്തനാണ്. ഒരുപക്ഷെ പിണറായിയേക്കാൾ പാർട്ടി പ്രവർത്തകർക്ക് പ്രിയപ്പെട്ടയാൾ.
ജയരാജനോടുള്ള അമിതാരാധന പാർട്ടിക്ക് ചേരാത്ത നിലയിൽ പോകുന്നുവെന്നും അതിന് പലപ്പോഴും ജയരാജൻ വഴിമരുന്നിട്ട് കൊടുക്കുന്നുവെന്നും കണ്ടായിരുന്നു CPM സംസ്ഥാന കമ്മിറ്റി അദ്ദേഹത്തിനെതിരെ ശിക്ഷാ നടപടി സ്വീകരിച്ചത്. കണ്ണൂരിൽ നിന്നുള്ള സംസ്ഥാന നേതാക്കൾക്ക് ജയരാജനോട് താൽപ്പര്യമില്ല. പലരും ശീതയുദ്ധത്തിലുമാണ്. ജയരാജനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ഈ വിഭാഗത്തിന്റെ താൽപ്പര്യത്തിന്റെ ഭാഗമായി കൂടിയാണ് വടകരയിലെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം എന്ന വിലയിരുത്തലാണ് സജീവമാകുന്നത്. പാർലമെന്റിലേക്ക് മത്സരിക്കും മുൻപ് തന്നെ ജയരാജൻ ജില്ലാ സെക്രട്ടറി പദം ഒഴിയണം. പകരം ചുമതലയായല്ല, ഒരു പുതിയ സെക്രട്ടറിയെയാകും ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുക്കുക. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് തിരിച്ചെത്തിയാലും CPM സംഘടനാ രീതി അനുസരിച്ച് P. ജയരാജന് വീണ്ടും സെക്രട്ടറിയാകാൻ കഴിയണമെന്നില്ല. ഇനി വടകരയിൽ ജയരാജൻ ജയിച്ചാലോ? ജയരാജന്റെ പ്രവർത്തന മണ്ഡലം ഡൽഹിയാകും, മണ്ഡലം വടകരയും. സ്വാഭാവികമായും കണ്ണൂർ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് പരിമിതികളേറെ. തോറ്റാൽ ജനപിന്തുണയില്ലാത്ത നേതാവാണ് ജയരാജനെന്ന് വിലയിരുത്തലുണ്ടാകും. ജില്ലാ സെക്രട്ടറി സ്ഥാനമില്ലാത്ത ജയരാജന് കണ്ണൂർ രാഷ്ട്രീയത്തിലുള്ള മേധാവിത്വം ചോർന്നു പോവുകയും ചെയ്യും. രണ്ടായാലും ഈ മത്സരത്തിലൂടെ ജയരാജനിൽ ഊന്നിയുള്ള കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ അന്ത്യം എന്ന അർത്ഥം കൂടി രാഷ്ട്രീയ വൃത്തങ്ങൾ നൽകുന്നു. വടകര പിടിക്കാനുള്ള ശക്തനായ സ്ഥാനാർത്ഥി എന്ന മറയ്ക്കുള്ളിലും ഇങ്ങനെയൊരു ഗൂഢലക്ഷ്യം CPM സംസ്ഥാന നേതൃത്വത്തിനുണ്ടോ? ജയരാജന്റെ മനസ്സിലിരിപ്പ് എന്താണ്? കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ ഈ കലങ്ങിമറിയലിന്റെ ക്ലൈമാക്സ് കാത്തിരുന്നു തന്നെ കാണണം. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. വടകര സീറ്റിനെ ചൊല്ലി ലോക് താന്ത്രിക് ജനതാദളിൽ കലാപക്കൊടി. LDF-ലേക്ക് വരുമ്പോൾ നൽകിയ ഉറപ്പുകൾ പാലിക്കുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരാജയപ്പെട്ടു. ഉറപ്പുകൾ നേടിയെടുക്കുന്നതിൽ പാർട്ടി സംസ്ഥാന നേതൃത്വവും പരാജയപ്പെട്ടു. LJD കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആരോപണങ്ങളാണിത്. വടകരയിൽ സ്ഥാനാർത്ഥിയെ നിർത്തണോ എന്ന് ആലോചിക്കുന്നുണ്ടെന്ന് ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ പറഞ്ഞു. വടകര പാർലമെന്റ് സീറ്റ്, ലോക്സഭാ സീറ്റ് ജനതാദളിനായിരിക്കും എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംഘടനാ സംവിധാനമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കമായി ഞങ്ങൾ നടത്തിയത്. CPM-ന്റെ സിറ്റിംഗ് സീറ്റ് അല്ലാതെ പോയിട്ടും വടകരയോ കോഴിക്കോടോ വാങ്ങാൻ ഞങ്ങളുടെ പാർട്ടി നേതൃത്വത്തിന് സാധിച്ചില്ല എന്നതിൽ പാർട്ടി പ്രവർത്തകന്മാരെല്ലാം വികാരഭരിതരാണ്. സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് ലീഗ്. മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടിയും പൊന്നാനിയിൽ ET മുഹമ്മദ് ബഷീറും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടും. ഒഴിവരുന്ന രാജ്യസഭാ സീറ്റ് നൽകാമെന്ന കോൺഗ്രസ് ഉറപ്പിൽ മൂന്നാം സീറ്റ് വേണ്ടെന്ന് ലീഗ് നിലപാടെടുത്തു. ഇരു മണ്ഡലങ്ങളിലും ഉയർന്ന ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് നേതാക്കൾ. മലപ്പുറത്തെ PK കുഞ്ഞാലിക്കുട്ടിയുടെ സ്ഥാനാർത്ഥിത്വം ഉപാധികളോടെ 5 വർഷം MP-ആയി തുടരണമെന്നും ദേശീയതലത്തിൽ സജീവമായ ഇടപെടൽ നടത്തണം എന്നുമായിരുന്നു ഹൈദരലി ശിഹാബ് തങ്ങൾ മുന്നോട്ടുവച്ച ഉപാധികൾ. പൊന്നാനിയിലെ ഭീഷണി ഒഴിവാക്കാൻ ഇത്തവണ PK കുഞ്ഞാലിക്കുട്ടി മത്സരിക്കണമെന്നായിരുന്നു പാർട്ടിയിൽ ഉയർന്ന ആവശ്യം. എന്നാൽ മലപ്പുറമില്ലെങ്കിൽ മത്സരത്തിനില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി നിലപാടെടുത്തതോടെ നേതൃത്വം കുഴങ്ങി. ഇതോടെയാണ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ PK കുഞ്ഞാലിക്കുട്ടിക്ക് മുന്നിൽ ഉപാധികൾ വെച്ചത്. കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നാൽ മന്ത്രിപദം ലഭിച്ചില്ലെങ്കിലും MP-ആയി തുടരണം. MP സ്ഥാനം രാജിവെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല. മണ്ഡലമാറ്റ ചർച്ചകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം ഇങ്ങനെ: പാർട്ടിക്കുള്ളിൽ പല ചർച്ചയും നടക്കുമല്ലോ, അന്തിമ തീരുമാനമല്ലേ ഞങ്ങൾക്ക് പറയാൻ പറ്റും. ബാക്കിയൊക്കെ മീഡിയ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്. പൊന്നാനിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി പാർട്ടി നേരിടുന്നുണ്ട്? ഒരു പ്രതിസന്ധിയില്ല, അതാ പറഞ്ഞു. അവിടെ UDF ഒറ്റക്കെട്ടാണ്, അവിടെ വൻ വിജയമാണ്. പൊന്നാനിയിൽ എന്തെങ്കിലും തിരിച്ചടിയുണ്ടാവുകയാണെങ്കിൽ ഉത്തരവാദി കുഞ്ഞാലിക്കുട്ടിയായിരിക്കുമെന്ന സൂചന നൽകുകയായിരുന്നു ഉപാധികളിലൂടെ ഹൈദരലി തങ്ങളുടെ ലക്ഷ്യം. മണ്ഡലമാറ്റമെന്ന ആവശ്യം മറികടന്നുവെങ്കിലും മുസ്ലിം ലീഗിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ കുഞ്ഞാലിക്കുട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നതാണ്. ഒപ്പം പൊന്നാനി കൈവിടാതെ നോക്കേണ്ടത് ഇനി കുഞ്ഞാലിക്കുട്ടിയുടെ കൂടി ബാധ്യതയായി മാറുകയും ചെയ്യും. കോഴിക്കോട് നിന്നും മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18. പൊന്നാനിയിൽ കോൺഗ്രസുമായി പ്രശ്നങ്ങളില്ല എന്ന് ET മുഹമ്മദ് ബഷീർ. ഇത്തവണ കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ET ന്യൂസ് 18നോട് പറഞ്ഞു. പൊന്നാനിയിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം. സ്ഥാനാർത്ഥിയായതിൽ സന്തോഷം. വലിയ ആശയക്കുഴപ്പമുണ്ടായിരുന്നു, മണ്ഡലം മാറും അല്ലെങ്കിൽ പൊന്നാനി പ്രതിസന്ധിയിലാണ്, മലപ്പുറത്തേക്ക് പോകുന്നൊക്കെ. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ആശയക്കുഴപ്പം നിലവിൽ ഉണ്ടോ, അല്ലെങ്കിൽ അത് പരിഹരിക്കപ്പെട്ടാണോ ഇപ്പോൾ ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം നേരത്തെയില്ല? പത്രങ്ങളിങ്ങനെ പല സ്റ്റോറീസും വന്നുകൊണ്ടിരുന്നു. ഞങ്ങളെ സമയത്ത് പ്രത്യേകമായിട്ടൊന്നും പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അതിന് മുമ്പുള്ള ഓരോ വാർത്തകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. മണ്ഡലം മാറ്റമുണ്ട്, അതൊക്കെ. അതല്ലാതെ അത് വളരെ സ്റ്റേബിളായിട്ടൊരു മണ്ഡലമാണ്. അങ്ങനെ പറയുമ്പോഴും ഭൂരിപക്ഷം കുറഞ്ഞിരുന്നൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ കണക്കുകളും കുറച്ച് ഒരു ശുഭകരമായ ഒരു കണക്കുകളല്ല വന്നിരുന്നത്. കോൺഗ്രസിന്റെ ഭാഗത്തും ചില എതിർപ്പുകളുണ്ടെന്നും അങ്ങനെ വാർത്തകളും വന്നിരുന്നു. അതൊക്കെ അത് ഈ തെരഞ്ഞെടുപ്പിൽ ചില തെരഞ്ഞെടുപ്പിലുള്ള ട്രെൻഡ് വേറെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ല. ചിലപ്പോൾ ഡൗൺ പോയത് മേലെ വരും. കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ പ്രാദേശിക തലത്തിലെങ്കിലും അങ്ങനെ ഉണ്ടാവുന്ന ആശങ്കപ്പെടുന്നുണ്ടോ? ഇല്ല. അതായത്
സ്ഥാനാർത്ഥിത്വം തന്നെ പ്രഖ്യാപിച്ചുള്ളെങ്കിലും തെരഞ്ഞെടുപ്പ് സംബന്ധമായിട്ട് ആര് സ്ഥാനാർത്ഥിയാണെങ്കിലും തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള വർക്ക് നേരത്തെ തുടങ്ങണമല്ലോ. അതൊക്കെ ഞങ്ങൾ തുടങ്ങി നോക്കുന്ന സമയത്ത് കോൺഗ്രസും വളരെ ഉഷാറായിട്ട് രംഗത്ത് വന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണുന്നത്. 3ാം സീറ്റിന് വേണ്ടി ശക്തമായി പരസ്യമായ ഒരു നിലപാട് ആദ്യമായി എടുത്ത ഒരു നേതാവ് കൂടിയാണ് ടി മുഹമ്മദ് ബഷീർ. ഏകപക്ഷീയമായി പിൻവാങ്ങി എന്നുള്ളൊരു പ്രതീതി ഉണ്ടാവും. എങ്ങനെ? ഞങ്ങളുടെ പാർട്ടി എടുത്ത ഒരു സമീപനമാണിത്. ആ പാർട്ടി ആ സമീപനം ഞാൻ എൻഡോഴ്സ്. പിന്നെ രാഷ്ട്രീയത്തിലും പ്രത്യേകിച്ചും കൂട്ടുകക്ഷി സംവിധാനത്തിൽ അനിവാര്യമായിട്ടും വേണ്ട ഒരു ഡിപ്ലോമസിയാണ് എന്ത് ഗിവ് ആൻഡ് ടേക്ക്. മുഹമ്മദ് ബഷീർ സൂചിപ്പിച്ചത് ഒരു തരത്തിലുള്ള പ്രതിസന്ധിയും പൊന്നാനിയിൽ മുസ്ലിം ലീഗ് നേരിടുന്നില്ല, വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കും. ഒപ്പം തന്നെ ഈ രാജ്യസഭാ സീറ്റ് എന്ന ധാരണയിൽ ഈ 3ാം സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്നും മുസ്ലിം ലീഗ് പിൻവാങ്ങി എന്നുള്ള കാര്യവും മുഹമ്മദ് ബഷീർ ന്യൂസ് 18 പങ്കുവെക്കുന്നു. ലീഗ് ഹൌസിൽ നിന്നും മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18. പ്രചാരണ ചൂടിൽ സ്ഥാനാർത്ഥികൾ. മലപ്പുറം ജില്ലയിൽ ഇടതു സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിന് ആവേശോജ്വലമായ തുടക്കം. മലപ്പുറം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി VP സാനു മുതിർന്ന പാർട്ടി പ്രവർത്തകരുടെ വീടുകൾ സന്ദർശിച്ചാണ് പ്രചാരണത്തിന് തുടക്കമിട്ടത്. പൊന്നാനിയിൽ ബൈക്ക് റാലിയോടെയാണ് അൻവർ പ്രചാരണം ആരംഭിച്ചത്. പെരിന്തൽമണ്ണ മണ്ഡലത്തിലാണ് VP സാനു പ്രചാരണം തുടങ്ങിയത്. ആദ്യം പോയത് പാർട്ടിയുടെ മുതിർന്ന നേതാവായ മേലാറ്റൂർ പത്മനാഭന്റെ വീട്ടിലേക്ക്. മങ്കടയും പെരിന്തൽമണ്ണയും പല ആവർത്തി ഇടതുപക്ഷം വിജയിച്ചിട്ടുള്ള സ്ഥലങ്ങളുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പൊന്നാപുരം കോട്ട എന്നൊന്നുമില്ല. മങ്കട, പെരിന്തൽമണ്ണ മണ്ഡലങ്ങളിലൂടെയായിരുന്നു സാനുവിന്റെ ആദ്യ ദിന പ്രചാരണം. ഔദ്യോഗിക പ്രഖ്യാപനം വന്നതോടെ യുവാക്കളും പ്രചാരണ രംഗത്ത് സജീവമായി. PV അൻവറിന്റെ പൊന്നാനി മണ്ഡലത്തിലേക്കുള്ള വരവ് തിരൂരിലെ ജനകീയ റാലിയോടെയായിരുന്നു. തിരൂർ താഴെപ്പാലം മുതൽ ബസ് സ്റ്റാൻഡ് വരെ നൂറുകണക്കിന് പ്രവർത്തകരാണ് അണിനിരുന്നത്. പൊന്നാനി മണ്ഡലത്തിലെ UDF വോട്ടുകൾ കൂടി തനിക്ക് കിട്ടുമെന്ന് അൻവർ ഉറപ്പിക്കുന്നു. ഇവിടെ ജനങ്ങളുടെ മനസ്സ് നമുക്കൊപ്പമാണ്. ഒരു മാറ്റം ജനം ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. വളരെ ഇഷ്ടമാണ്. ഇതൊക്കെ നമ്മൾ അങ്ങാടിയല്ലേ, നമ്മൾ KS കോൺഗ്രസും ഞാനും അതിനപ്പാനും കോട്ടി കളിച്ച് നടന്ന സ്ഥലങ്ങളത്. അടുത്ത ആഴ്ച നടക്കുന്ന മണ്ഡലം പ്രചാരണ യോഗങ്ങൾക്ക് ശേഷമായിരിക്കും സ്ഥാനാർത്ഥികളുടെ പര്യടനങ്ങൾക്ക് പൂർണ്ണരൂപം കൈവരിക. ഗൃഹസന്ദർശനത്തിലൂടെയാണ് മലപ്പുറത്ത് VP സാനു പ്രചാരണത്തിന് തുടക്കമിട്ടതെങ്കിൽ അണികളെ ഇളക്കി മറിച്ചിട്ടുള്ള റാലിയോടെയാണ് PV അൻവർ പൊന്നാനിയിൽ പ്രചാരണം തുടങ്ങുന്നത്. തിരൂരിൽ നിന്നും അഖിലോട്ടുപറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ പ്രചരണ രംഗത്ത് സജീവമായി കൊല്ലത്തെ ഇടതു സ്ഥാനാർത്ഥി KN ബാലഗോപാൽ. റോഡ് ഷോയോടെയാണ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. UDF സ്ഥാനാർത്ഥിയായി NK പ്രേമേന്ദ്രൻ നേരത്തെ ഇറങ്ങിയെങ്കിലും KN ബാലഗോപാലിന്റെ പ്രചാരണ തുടക്കം ആവേശമായി. പുനലൂർ മണ്ഡലത്തിൽ LDF നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം റോഡ് ഷോ. സ്ഥാനാർത്ഥിക്കൊപ്പം ബൈക്ക് റാലിയുമായി പ്രവർത്തകരും. വ്യക്തികൾ തമ്മിലുള്ള മത്സരമല്ല, രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നതെന്ന് KN ബാലഗോപാൽ. ഇവിടെ പല ജനപ്രതിനിധികളുണ്ട്, ഞങ്ങളുടെ പാർട്ടി LDFന്റെ പ്രവർത്തകരെല്ലാവരും ഉണ്ട്. എല്ലാവരും സ്ഥാനാർത്ഥിയാണ്. എല്ലാവരുടെയും കൂടി ഒരു പ്രതീകമാണ് സ്ഥാനാർത്ഥി എന്നാണ് ഞങ്ങൾ കാണുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ സജീവമായി പ്രവർത്തിക്കാൻ എല്ലാവരും ഉണ്ട്. അതിനകത്ത് സ്ഥാനാർത്ഥിയായിട്ട് തന്നെ തീരുമാനിച്ചിരിക്കുന്നേ ഉള്ളൂ. ഈ ജില്ലയിലെ, ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ ആകെ, പുരോഗമന വിശ്വാസികളുടെ ആകെ പ്രതിനിധിയായിട്ട് ഞാൻ അതിന്റെ ഭാഗമായിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം ചാടയമംഗലം മണ്ഡലത്തിലായിരുന്നു ആദ്യ റോഡ് ഷോ. ശേഷം ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ. KN ബാലഗോപാലിന് വേണ്ടിയുള്ള ചുവരെഴുത്തുൾപ്പെടെയുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ LDF തുടങ്ങിക്കഴിഞ്ഞു. ന്യൂസ് 18 കൊല്ലം. കൂടുതൽ പാർട്ടികളെയും നേതാക്കളെയും മുന്നണിയിൽ എത്തിക്കാൻ വലവീശി BJP. ഝാർഖണ്ഡിൽ ഓൾ ഝാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയനുമായി സഖ്യമായി മത്സരിക്കാൻ BJP നേതൃത്വം തീരുമാനിച്ചു. കർണാടകയിലെ ഓപ്പറേഷൻ ലോട്ടസ് ഗുജറാത്തിൽ പരീക്ഷിച്ചു വിജയിപ്പിച്ച BJP 2 കോൺഗ്രസ് MLAമാരെ സ്വന്തം പാളയത്തിലെത്തിച്ചു. അതേസമയം BJPയിൽ ചേരുമെന്ന വാർത്തകൾ കോൺഗ്രസ് MLA അൽപേഷ് താക്കൂർ നിഷേധിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ BJPക്ക് ഫുൾ മാർക്കായിരുന്നു, 26-ൽ 26. പക്ഷേ ഇത്തവണ മത്സരം കടുക്കുമെന്ന ബോധ്യം BJPക്കുണ്ട്. അതുകൊണ്ട് തന്നെ സ്വീകാര്യതയുള്ള ജനപ്രതിനിധികളെ സ്വന്തം പാളയത്തിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് പാർട്ടി. 2 കോൺഗ്രസ് MLAമാരാണ് കഴിഞ്ഞ ദിവസം BJPയിൽ ചേർന്നത്. ജവഹർ ചാവഡയും പുരുഷോത്തം സബാരിയയും. ജുനഗഡ്, പോർബന്ദർ ജില്ലകളിൽ സ്വാധീനമുള്ള അഹിർ സമുദായാംഗമാണ് GPCC ഉപാധ്യക്ഷൻ കൂടിയായ ചാവഡ. ചാവഡയ്ക്ക് മന്ത്രിസ്ഥാനമോ അല്ലെങ്കിൽ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുകയോ ചെയ്യാനാണ് BJP തീരുമാനം.
കൈക്കൂലി കേസിൽ അറസ്റ്റിലായ സബാരിയ ഇപ്പോൾ ജാമ്യത്തിലാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസിൽ ചേരുകയും MLA ആകുകയും ചെയ്ത OBC നേതാവ് അൽപേഷ് താക്കൂറിനെ കൊണ്ടുവരാൻ BJP നീക്കം നടത്തിയെങ്കിലും വിജയിച്ചില്ല. താക്കൂറിന് BJP മന്ത്രിസ്ഥാനം നൽകുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. നേതൃത്വവുമായി അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും എന്നാൽ പാർട്ടിക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും അൽപേഷ് പ്രതികരിച്ചു. मैंने मेरे लोगों से बात की है, उस बात को लेके मैं आज आपको वचनबद्ध होके बोल रहा हूं। हमने संघर्ष का रास्ता पसंद किया है, हमने वो संघर्ष का रास्ता पसंद किया जिस रास्ते में बहुत सारी कठिनाइयां हैं, बहुत सारा संघर्ष है, भले ही आज सत्ता नहीं है। അതിനിടെ ജാർഖണ്ഡിലെ ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ NDA സഖ്യത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ആകെയുള്ള 14 മണ്ഡലങ്ങളിൽ 13 BJPയും 1 മണ്ഡലത്തിൽ AJSUവും മത്സരിക്കും. പാർട്ടി അധ്യക്ഷൻ സുദേശ് മഹാതോയാണ് റാഞ്ചി മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുക. AJSU വന്നതോടെ NDAയിലെ സഖ്യകക്ഷികളുടെ എണ്ണം 29ആയി. ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് 18. എറണാകുളം മണ്ഡലത്തിൽ DCCയും KPCCയും നൽകിയ ലിസ്റ്റിൽ തന്റെ പേര് മാത്രമാണുള്ളതെന്ന് KV തോമസ്. അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. സ്ഥാനാർത്ഥി ആരായാലും ജയിക്കുന്ന മണ്ഡലമാണ് എറണാകുളമെന്നും KV തോമസ് പറഞ്ഞു. വിനീത ചേരുന്നു. വിനീത, എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? ഗോപി, തീർച്ചയായിട്ടും എറണാകുളം മണ്ഡലം കോൺഗ്രസിന്, അതായത് UDFന് ജയിക്കാൻ സാധ്യത ഏറെയുള്ള ഒരു മണ്ഡലമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഏറെ ചർച്ചാ വിഷയമായ ഒരു വിഷയമായിരുന്നു ഹൈബീഡിന്റെയും അതോടൊപ്പം തന്നെ KV തോമസിന്റെയും പേരുകൾ. ഇവരിൽ ആരാണ് സ്ഥാനാർത്ഥി എന്നതിനെ പറ്റി ഏറെ ഒരു ആശങ്കയുണ്ടായ ഒരു സാഹചര്യം ഇടയ്ക്കുണ്ടായിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച ഇപ്പോൾ വ്യക്തമായ ഒരു മറുപടി തന്നെയാണ് KV തോമസ് നൽകിയിരിക്കുന്നത്. അതായത് DCCയും KPCCയും നൽകിയ ലിസ്റ്റിൽ ഒരാളുടെ പേര് മാത്രമാണ് പറഞ്ഞിരിക്കുന്നതെന്നും അത് തന്റെ പേരാണ് എന്നാണ് തനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളതെന്നും വലിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. പക്ഷേ അന്തിമമായ തീരുമാനം എന്തുകൊടുക്കുന്നത് കോൺഗ്രസ് പ്രസിഡന്റ്. അതെനിക്ക് പറയാൻ പറ്റില്ല. പാർട്ടിയല്ലേ, ഞങ്ങളൊരു വലിയ പാർട്ടിയല്ലേ. ഹൈക്കമാൻഡ് സിറ്റിംഗ് എംപിമാരുടെ കാര്യത്തിൽ ഏതാണ്ട് വലിയ മാറ്റമില്ലാത്തൊരു നിർദ്ദേശമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചാണെങ്കിൽ എനിക്കറിയില്ല, അത് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് കോൺഗ്രസ് പ്രസിഡന്റ് അധികാരമാണ്. കോൺഗ്രസ് പ്രസിഡന്റാണ് തീരുമാനിക്കുന്നത്. അൾട്ടിമേറ്റ് തീരുമാനം കോൺഗ്രസ് പ്രസിഡന്റാണ്. ആ പ്രസിഡന്റ് എന്ത് തീരുമാനിച്ചാലും ഞങ്ങൾ അത് സ്വീകരിക്കും. അല്ല, എൻ്റെ പ്രചരണം ഒരു പ്രത്യേക രീതിയാണ്. നിങ്ങൾക്ക് ഒരു ഇലക്ഷൻ കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷനിലേക്കുള്ള പ്രചരണം, അത് ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രചരണം. അത് മത്സരിക്കുന്നില്ലെന്ന് മാത്രം. ഞാൻ ജയിക്കപ്പെട്ട കൂടെ വർക്ക് ചെയ്തതാണ്. ജയിക്കപ്പെട്ട ഒരു ഇലക്ഷൻ കഴിഞ്ഞാൽ അടുത്തതിലേക്ക് പോകും. ഞാൻ കഴിഞ്ഞ 5 വർഷമായി ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയാണ്. അത് ഇലക്ഷൻ കണ്ടിട്ടല്ല. എറണാകുളത്ത് നിന്നും മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേര് ഹൈക്കമാൻഡിലേക്ക് പോയത് തന്റെ പേര് മാത്രമാണെന്ന് KV തോമസ് പറയുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.